നറുചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം ഈ കാലഘട്ടത്തിൻ്റെ ഒരു വിഷയമാണ് സ്ത്രീ പുരുഷ തുല്യതയെക്കുറിച്ചാണ്. സ്ത്രീ പുരുഷ തുല്യതയെക്കുറിച്ച് സംസാരിക്കുന്ന പുരുഷന്മാരുമുണ്ട്, സ്ത്രീകളും സമൂഹത്തിലുണ്ട്. അതികേമന്മാരായ പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. പണ്ടൊക്കെ തെങ്ങേറിയിരുന്നത് പുരുഷന്മാരുടെ ഏകാധിപത്യമായിരുന്നെങ്കിൽ ഇന്ന് കുടുംബശ്രീയിലൂടെ സ്ത്രീകൾ തെങ്ങിക്കയറുന്നുണ്ട്. ഇന്ന് സ്ത്രീകൾ എവറസ്റ്റിൽ പോകുന്നുണ്ട്. ഇന്ന് സ്ത്രീകൾ ബഹിരാകാശത്ത് പോകുന്നുണ്ട്. അപ്പോൾ പുരുഷനോടൊപ്പം തുല്യതയിലേക്ക് സ്ത്രീയും വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ എവിടെയാണ് തുല്യത? തുല്യത ലിംഗത്തിലാണ് വ്യത്യസ്തത. സ്ത്രീയും പുരുഷനും പരസ്പരം ആകർഷിക്കപ്പെടുക എന്നുള്ളതൊരു നാച്ചുറാലിറ്റിയാണ്. ആ നാച്ചുറാലിറ്റിയെ നമ്മൾ ഉൾക്കൊള്ളുക. പിന്നെ അത് പീഡനത്തിലേക്ക് പോകുന്നത് അവൻ്റെ വൈകല്യമാണ്, മനസ്സിൻ്റെ വൈകല്യമാണ്. ഈ മാനസിക വൈകല്യം എങ്ങനെ കടന്നുകൂടിയെന്ന് നോക്കുമ്പോൾ, ചരിത്രം പരിശോധിക്കുമ്പോൾ ആദ്യ കാലഘട്ടത്ത് സ്ത്രീ പിന്നാമ്പുറങ്ങളിലായിരുന്നു. ആ പിന്നോക്കാവസ്ഥയാണ് പലപ്പോഴും മലയാളികളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ സ്ത്രീകൾ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളപ്പെടുവാനായിട്ട് ഉണ്ടായ കാരണം. ആ ജെൻസ് ഇപ്പോഴും പുരുഷൻ ഏകാധിപത്യത്തിൽ നിൽക്കുകയാണ്. ഈ ഏകാധിപത്യ മനോഭാവം മാറപ്പെടണമെങ്കിൽ സ്ത്രീയും പുരുഷനും പരസ്പരം കൂടുതൽ സൗഹൃദ ബന്ധത്തിലേക്ക് കടക്കണം. സൗഹൃദ ബന്ധങ്ങൾ വഴിതെറ്റിപ്പോകുവാൻ ഒരിക്കലും ഒരു സ്ത്രീയും അനുവദിച്ചുകൂടാ. ഒരു സ്ത്രീയും ഒരിക്കലും തൻ്റെ അനുവാദമില്ലാതെ മറ്റൊരുവൻ തൻ്റെ സ്വകാര്യതയിലേക്ക് കടന്നു വരുവാൻ വഴി ഇട്ടുകൊടുക്കരുത്. ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ ആ കാര്യം തിരിച്ചറിഞ്ഞ് അവിടെ വെച്ച് വിലക്കുവാനായിട്ട് സ്ത്രീ, അവിടെയാണ് സ്ത്രീയുടെ ശക്തി. അവിടെ ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. തീർച്ചയായിട്ടും ഒരു പുരുഷനും പിന്നെ ഒരു പീഡനത്തിനും മുതിരില്ല. നമ്മൾ അതിന് വഴിയിടുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. കാരണം മാനസിക വൈകല്യമുള്ള ഒരുപാട് പുരുഷന്മാരുണ്ട്, മാനസിക വൈകല്യമുള്ള ഒരുപാട് സ്ത്രീകളുമുണ്ട് സമൂഹത്തിൽ. സ്ത്രീ പുരുഷ തുല്യതയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. എത്രയോ കാലങ്ങളായിട്ട് ആഭരണങ്ങളുടെ പരസ്യത്തിന് വേണ്ടി സ്ത്രീകളുടെ മുതുകും സ്ത്രീയുടെ മാറിടമൊക്കെ എന്തിന് പരസ്യക്കാർ പ്രദർശിപ്പിക്കുന്നു? എന്തുകൊണ്ട് ഇന്ന് വരെ ഒരു സ്ത്രീ സമൂഹം ഇതിനെതിരെ എന്തുകൊണ്ട് ശബ്ദമുയർത്തുന്നില്ല? അവിടെയൊക്കെ പരസ്യത്തിന് വേണ്ടി സ്ത്രീകൾ നിന്നു കൊടുക്കുന്നത് കൊണ്ടല്ലേ. ഏതെങ്കിലും ഒരു പുരുഷൻ്റെ ശരീരഭാഗങ്ങളിൽ ആഭരണം കിട്ട് ഇന്ന് വരെ നിന്നിട്ടില്ല. ആഭരണങ്ങൾ പുരുഷനും ഉപയോഗിക്കുന്നുണ്ട്, കൂടുതലായി സ്ത്രീകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ ആ രീതിയിൽ ഒരു കച്ചവട വസ്തുവായി സ്വയം തരം താഴ്ന്നപ്പോൾ അവിടെയാണ് ഈ നെഗറ്റീവും പോസിറ്റീവും തമ്മിലുള്ള വ്യത്യസ്തത. ആ വ്യത്യസ്തതയിൽ നിന്നുമാണ് അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ. ഞാൻ പറയുന്നതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മൾ ഒരിക്കലും അതിന് വഴി വെച്ച് കൊടുക്കരുത്. സ്ത്രീകൾ എന്തിന് ഒരു സ്വർണ്ണാഭരണത്തിൻ്റെ പരസ്യത്തിന് വേണ്ടി സ്വയം നമ്മളെ പ്രദർശിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ എന്തിനു നിൽക്കുന്നു? അവിടെയൊക്കെ ഒരു ആകർഷത്വം പുരുഷനിലുണ്ടാകും. സ്ത്രീകൾക്കും പുരുഷനും വികാരമുള്ള ജീവികളാണ്. ആ വിചാരങ്ങൾ ഉണ്ടാക്കുവാനുള്ള വഴി നമ്മൾ വെട്ടിക്കൊടുക്കരുത്. ആ വഴികളാണ് പ്രശ്നങ്ങൾക്ക് ആരംഭം ഉണ്ടാക്കുന്നത്. ഇന്ന് മാധ്യമങ്ങളൊക്കെ ഇത്രയും വളർന്നതുകൊണ്ടാണ് പീഡനങ്ങളൊക്കെ പുറത്തറിഞ്ഞിരുന്നത്. ഇതിലും മാരകമായ പീഡനങ്ങൾ അനുഭവിച്ച സ്ത്രീകളാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്നുള്ളത് സത്യം തിരിച്ചറിയുക. എന്നെപ്പോലെ തന്നെയാണ് അവളും, അവളെപ്പോലെ തന്നെയാണ് ഞാനും. നമുക്ക് തുല്യതയുണ്ട്. ആ തുല്യത കൂടുതൽ സൗഹൃദത്തിലേ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. പുരുഷനും സ്ത്രീകളൊക്കെ കൂടുതൽ ഇടവഴി വളരണം. അടുത്തുള്ള ഒരു ആൺകുട്ടി, അടുത്തുള്ള ഒരു പെൺകുട്ടി കൂടുതൽ സമയം സംസാരിച്ചാൽ മാതാപിതാക്കൾ അപ്പോൾ വാണിംഗ് ബെല്ല് കൊടുക്കും. കയറിപ്പോട അകത്ത്, കയറിപ്പോടി അകത്ത്. നമ്മൾ
കാരണം അവരെ കൂടുതൽ ഇടപഴകുവാനായിട്ട് നമ്മൾ അവസരം കൊടുക്കുന്നില്ല. കാരണം അവസരം കൊടുത്താൽ ഇങ്ങനെയൊക്കെ ആവും എന്നുള്ള ഒരു മുൻവിചാരം നമ്മളിലൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും സ്ത്രീ പുരുഷ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകട്ടെ, സൗഹൃദങ്ങൾ കൂടുതൽ മനോഹരങ്ങളാകട്ടെ. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു തെറ്റിനെ എടുത്തു കളയുവാൻ സാധിക്കും. നമുക്കൊരുമിച്ച് പരിശ്രമിക്കാം.